ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ നീണ്ട 1.5 മാസത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയില്ലേ, വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ റമളാനും ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് ഒന്ന് ഫ്രീ ആയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറാണ് കേട്ടോ. ഇതെനിക്ക് ഓർഡർ വന്നിട്ടുള്ളത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്, അവളുടെ ബ്രദറിൻ്റെ നിക്കാന് വേണ്ടിയിട്ടാണ് നമുക്കിത് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ടോട്ടൽ നമുക്ക് ഇത്രയും ഹാമ്പേഴ്സ് ചെയ്യാനുണ്ട്. അതിൽ മെയിനായിട്ടുള്ള ഒരു ബാർ ചോക്ലേറ്റിൻ്റെ ഹാമ്പർ, ഒരു നട്ട്സ് ഹാമ്പർ, അതേപോലെ തന്നെ ഒരു ഫ്ലവർ പോക്കറ്റ്, പിന്നെ 2 വേറെ ടൈപ്പ് വരുന്ന ഒരു ചോക്ലേറ്റ് ഹാമ്പർ, പിന്നെ 2 ഡ്രസ് ഹാമ്പർ. അങ്ങനെയാണ് ടോട്ടൽ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബാർ ചോക്ലേറ്റിൻ്റെ ഹാമ്പർ സെറ്റാക്കാം. ഇതൊരു സ്ക്വയർ ടൈപ്പ് വരുന്ന ഒരു വുഡൻ ഹാമ്പറാണ് കേട്ടോ. അത് നല്ല വലിയ ഹാമ്പറൊന്നുമല്ല, മീഡിയം സൈസിൽ വരുന്ന ഒരു ചെറിയ ഹാമ്പറാണ്. ഇതിൽ ഫുള്ള് ബാർ ചോക്ലേറ്റ് മതി എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിൽ കണ്ട എല്ലാ ഹാമ്പേഴ്സും കസ്റ്റമർ തന്നെ നമുക്ക് കൊണ്ടുവന്നതാണ്. ഞാൻ ഖുറാൻ ഹാമ്പർ മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ ഹാമ്പേഴ്സും കസ്റ്റമർ തന്നെ ഓരോന്നായിട്ട് എനിക്ക് കൊണ്ടുവന്നതാണ്. ബാക്കിയുള്ള നട്ട്സ്, ചോക്ലേറ്റ്സ്, നെറ്റ്, ഫ്ലവേഴ്സ് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിതിൻ്റെ കറക്റ്റ് റേറ്റ് എനിക്കറിയില്ല ഹാമ്പേഴ്സിൻ്റെ, കാരണം കസ്റ്റമർ കൊണ്ടുവന്നതുകൊണ്ട്. എന്നാലും എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഈ കാണുന്ന ഒരു വുഡൻ ഹാമ്പറിന് 250-300 ആ റേഞ്ചിലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ ഫുള്ള് നമ്മൾ ഓരോ ലെയറിലായിട്ട് ബാർ ചോക്ലേറ്റ് ആണ് വെച്ചെടുക്കുന്നത്. മിക്സ്ഡ് ആയിട്ടുള്ള ബാർ ചോക്ലേറ്റ് ആട്ടോ. മാക്സിമം എല്ലാ തരത്തിലുള്ള ബാർ ചോക്ലേറ്റും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ താനങ്ങനെ വെച്ച് കൊടുക്കല്ല ചെയ്യുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമ്മൾ ഡബിൾ ടാപ്പ് സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് വെച്ച് ഒട്ടിച്ചിട്ടാണ് ഓരോന്ന് വെച്ച് കൊടുക്കുന്നത്. കാരണം നമ്മളത് അതിനെ ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ടും ഇതേപോലെ ഓരോന്നായിട്ട് ഒട്ടിച്ചെടുക്കാം. പക്ഷെ ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യാറ്. എനിക്കിതാണ് ഒന്നുകൂടെ സുഖമായിട്ട് തോന്നിയിട്ടുള്ളത്. ബാർ ചോക്ലേറ്റ് എല്ലാം ഓരോന്ന് വെച്ചിട്ട് നമുക്കിത് ചോക്ലേറ്റ് സെറ്റ് ആക്കിയിട്ട് കംപ്ലീറ്റ് ആക്കാം. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് നട്ട്സ് ഹാമ്പർ സെറ്റാക്കാണ്. നട്ട്സ് ഹാമ്പറിൽ 6 കോളംസ് വരുന്നുണ്ട്. അതിൽ ഒരു കോളത്തിൽ കാഷ്യൂ, ഒന്നിൽ ആൽമണ്ട്, പിന്നെ പിസ്ത, പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ ഡേറ്റ്സ്. ഇത്ര ഐറ്റംസ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കസ്റ്റമർ ചൂസ് ചെയ്തതാണ് കേട്ടോ, എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നട്ട്സ് ഹാമ്പർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്ലീൻ റാപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് റാപ്പ് ചെയ്യുന്നുണ്ട്. നട്ട്സ് പെട്ടെന്ന് തണുത്ത് പോകാതിരിക്കാനും അതേപോലെ തന്നെ അത് പെട്ടെന്ന് അതിന് കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നട്ട്സ് ഹാമ്പർ വുഡൻ ഹാമ്പർ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത ചോക്ലേറ്റ് ഹാമ്പറും നട്ട്സ് ഹാമ്പറും നമുക്ക് നെറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് പിങ്ക് തീമിലാണ് ടോട്ടലി നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് നെറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിങ്ക് നെറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ 2 വെച്ചിട്ടും നമുക്ക് റാപ്പ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ വൈറ്റ് നെറ്റ് മാത്രം യൂസ് ചെയ്തിട്ട് ഇതേപോലെ മുകളിൽ റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി വരുന്ന എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുന്നുമുണ്ട്. കുറേ പേര് ചോദിക്കലുണ്ട് ഇതേപോലത്തെ നെറ്റും കട്ട് പീസൊക്കെ എവിടുന്നാണ് കിട്ടാല്. ഞാനിവിടെ അടുത്തുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് കട്ട് പീസ് കിട്ടുന്ന ഷോപ്പിൽ നിന്ന് മീറ്ററിന് അളന്നിട്ട് വാങ്ങലാണ് കേട്ടോ. ഇങ്ങനെ ഈ ഒരു വൈറ്റ് നെറ്റ് 1 മീറ്ററിന് 35 രൂപേൻ്റെ റേറ്റ് വരുന്നത്. പക്ഷേ കളറിനനുസരിച്ച് റേറ്റിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ സെയിം അതേ വൈറ്റ് കളറിൽ നെറ്റ് വെച്ചിട്ട് തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ നട്ട്സ് ഹാമ്പറും ചെയ്ത് കൊടുത്ത് ബാലൻസ് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് മാറ്റാം. അടുത്തതായിട്ട് കുറച്ച് പ്രീമിയം ചോക്ലേറ്റിൻ്റെ ഹാമ്പറാണ്. ഇതൊരു ട്രേ ടൈപ്പ് വരുന്ന ഒരു ഹാമ്പറാണ് കേട്ടോ, കസ്റ്റമർ തന്നെ കൊടുക്കുന്നതാണ്. ഇതിൽ നമുക്ക് ഒരു എന്താ പറയുക, ചോക്ലേറ്റ് ഇങ്ങനെ തട്ട് അതേ ആ രീതിയിലാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതേപോലെ ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന തെർമാക്കോളാണ്. തെർമാക്കോൾ കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ചുറ്റും ഫുള്ള് ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്തിട്ടാട്ടോ നമുക്ക് ഈ ഒരു ഷേപ്പ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് അത് ഗ്ലൂ ഗൺ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് ഓരോ ചോക്ലേറ്റും ഇതേപോലെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് തന്നെ അതിൻ്റെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഇത് ബെൽജിയൻ ചോക്ലേറ്റ് ആണ് കേട്ടോ, പ്രീമിയം ആയിട്ടുള്ള ബെൽജിയൻ ചോക്ലേറ്റ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2 ട്രൈ ഇതേപോലെ 2 ട്രൈ നമുക്ക് ചെയ്യാനുണ്ട്. ഒന്ന് സർക്കിൾ ടൈപ്പും ഒന്ന് ഇതേപോലെ സ്ക്വയർ ടൈപ്പിലാണ്. രണ്ടും സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളിത്
ഓരോ ചോക്ലേറ്റ് വെക്കുന്നതും വീഡിയോയിൽ കാണിച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. അപ്പോൾ അത് ആ ഒരു ഇഷ്യൂ വേണ്ടാന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ഓടി പാഞ്ഞു പോകുന്നത്. പിന്നെ ഈ 2 ട്രൈൻ്റെ മുകളിലും ലാസ്റ്റ് സെൻറ്ററിൽ നമ്മൾ ഫെറാറോ ചോക്ലേറ്റ് ആട്ടോ വെച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ അത് രണ്ടും സെറ്റ് ആക്കിയതിന് ശേഷം ഇനി ഫ്ലവേഴ്സ് എങ്ങനെ സെറ്റ് ആക്കാൻ നോക്കാം. ഫ്ലവേഴ്സ് നമ്മൾ ഇതേപോലെ ബഞ്ചസ് ആയിട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞല്ലോ പിങ്ക് ആൻഡ് വൈറ്റ് തീമാണ്. സോ അതുകൊണ്ട് തന്നെ വൈറ്റും പിങ്ക് കളർ തീമിൽ വരുന്ന ഫ്ലവേഴ്സ് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ബഞ്ചസ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സ്ലഷ് ബോക്സ് എന്നാണ് കേട്ടോ. അവരുടെ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ആവശ്യമുള്ള അവരെ പോയി ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. എല്ലാ സാധനങ്ങളും അഫോർഡബിൾ പ്രൈസിലാണ് അവർ സെയിൽ ചെയ്യുന്നത്. ഇനി ഞാൻ ഫ്ലവേഴ്സ് ഓരോന്ന് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് നമ്മൾ ബഞ്ചസിൽ നിന്ന് ഓരോ ഫ്ലവേഴ്സ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സർക്കിളിൽ ഇങ്ങനെ ഓരോ ഫ്ലവേഴ്സും മാച്ചായ രീതിയിൽ വെച്ച് കൊടുക്കുക. എനിക്ക് ഇതാണ് പേഴ്സണലി സിമ്പിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ കാർഡ്ബോർഡിന് പകരം ആണെങ്കിൽ തെർമാക്കോൾ യൂസ് ചെയ്തിട്ടും അതിന്റെ മുകളിൽ ഫ്ലവർ ഇതേപോലെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സാധാരണ ഞാൻ ഇതിന് മുന്നേ എൻഗേജ്മെന്റ് ഹാമ്പർ ചെയ്തപ്പോഴൊക്കെ വേറെ രീതിയിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിനെക്കാട്ടും ഒന്നുകൂടെ സിമ്പിൾ ആയിട്ടാണ് എനിക്ക് ഈ ഒരു മെത്തേഡ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യം വൈറ്റ് ഫ്ലവർ വെച്ചു, പിന്നെ പിങ്ക് വെച്ചു, പിന്നെ വൈറ്റ് വെച്ചു, പിന്നെ അതിന്റെ സെന്ററിൽ ഒരു ഫ്ലവർ വെച്ചു, പിന്നെ അതിൽ നമ്മൾ ഫോക്സ് ബോൾസും യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് ലീവ്സും അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇത് നല്ല അടിപൊളിയാക്കി ഭംഗിയാക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ഹാമ്പറുമേലും നമ്മൾ ഇതേപോലത്തെ ഒരു സെറ്റ് ആദ്യം ചെയ്ത് വെക്കും, ബഞ്ചസിൽ നിന്ന് ഫ്ലവർ കട്ട് ചെയ്തിട്ട്. എന്നിട്ടെല്ലാം ക്ലോത്ത് വെച്ചിട്ടുള്ള റാപ്പിമ കഴിഞ്ഞതിൻ്റെ ശേഷം സെയിം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. ഇങ്ങനെ നമ്മൾ ആദ്യം തന്നെ സെറ്റാക്കി വെച്ചാൽ നമുക്ക് പിന്നെ ലാസ്റ്റ് ടൈമിൽ പിന്നെ ഫ്ലവർ കട്ട് ചെയ്ത് ആദ്യമേ വെച്ച് ആ ഒരു എഫേർട്ട് നമുക്ക് ഒഴിഞ്ഞു കിട്ടും. അപ്പോൾ ഞാൻ ഇത് ആദ്യം ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. എന്നിട്ട് ഞാൻ ഹാമ്പറിൻ്റെ പണിക്ക് നിൽക്കലുള്ളൂ കേട്ടോ. ഇതേ രീതിയിൽ ഫ്ലവർ സെറ്റ് ചെയ്ത് നോക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ എൻഗേജ്മെന്റ് ഹാമ്പറിന്റെ പല വീഡിയോസും ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് മോഡലും ഡിഫറെന്റ് ടൈപ്പിലും റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതേപോലെ നമ്മളെ പേജ് ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക, അതിൽ മെസ്സേജ് ചെയ്തോളൂ. അതേപോലെ തന്നെ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഓർഡേഴ്സും കാര്യങ്ങളും തരാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. ഓർഡേഴ്സിന് മാത്രമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. ഈ ഡൗട്ടും കാര്യങ്ങൾക്കൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് റീപ്ലൈ തരാൻ ലേറ്റ് ആവും. സോ അതുകൊണ്ട് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഡൗട്ടിന് വേണ്ടി മെസ്സേജ് അയക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഫ്ലവർ സെറ്റാക്കിയതിന് ശേഷം ഇനി നമുക്ക് ഡ്രസ് ഹാമ്പറാണ് സെറ്റാക്കുന്നത്. അപ്പോൾ ഡ്രസ് ഹാമ്പർ ഇതേപോലത്തെ 2 തട്ട് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ആ ഫ്ലവറിൻ്റെ ആ ഒരു ബഞ്ച് ഉണ്ടല്ലോ, അത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഒരു സൈഡിൽ. എന്നിട്ട് മുകളിലത്തെ ഭാഗത്ത് ഒരു ഹാൻഡ് ബാഗാണ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ ഒരു അബായ സെറ്റ്. ഇതൊക്കെ കസ്റ്റമർ തന്നെ കൊടുക്കുന്നതാണ് കേട്ടോ. ഈ ഹാമ്പേഴ്സ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഹാൻഡ് ബാഗും അബായും ഒക്കെ കസ്റ്റമർ തന്നെയാണ് നമുക്ക് കൊടുന്ന് തന്നിട്ടുള്ളത്. പിന്നെ 2 ഡ്രസ് ഹാമ്പർ ഉണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ ചെയ്തു, സെയിം മെത്തേഡ് തന്നെ അടുത്തതും ചെയ്യാണ്. സെയിം മോഡലാണ്. ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ താഴെ കൊടുക്കുന്നത് ഒരു സെറ്റ് ചുരിദാറാണ്. അതിന്റെ മുകളിലായിട്ട് ഒരു ജോഡി ചപ്പലും കൂടെ കൊടുത്തിട്ട് ഈ ഒരു ഹാമ്പർ നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. ഇനി ഇത് സെറ്റാക്കിയതിന്റെ ശേഷം നമ്മൾ നേരത്തെ ചെയ്ത ചോക്ലേറ്റ് ഹാമ്പറിലും അതേപോലെ നട്സ് ഹാമ്പറിലും ഫ്ലവർ സെറ്റാക്കിയിട്ടില്ലല്ലോ. അപ്പോൾ സെയിം നേരത്തെ ചെയ്ത പോലത്തെ ആ ഒരു ബഞ്ചസ് എടുത്തിട്ട് അതിന്റെ ബാക്ക് സൈഡിൽ ഗ്ലൂ ഗണ്ണാക്കിയിട്ട് ആ ഒരു നെറ്റിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സെയിം ചോക്ലേറ്റ് ഹാമ്പറിലും അതേപോലെ തന്നെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ആ ഒരു നെറ്റിന്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഖുറാൻ ഹാമ്പറാണ്. കസ്റ്റമൈസ്ഡ് ഖുറാനാണ് കേട്ടോ നമ്മൾ ഇതിൽ വെക്കുന്നത്. ആ ഒരു കസ്റ്റമൈസ്ഡ് ഖുറാൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മേക്കിംഗ് വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുനോക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഈ ഒരു ട്രങ്ക് ബോക്സിലാണ് നമ്മൾ ഖുറാൻ സെറ്റാക്കുന്നത്. അതിന് സെൻറ്ററിൽ ഖുറാൻ വെച്ച് കൊടുത്തിട്ട് അത് ബാക്കി വരുന്ന സ്പേസിലൊക്കെ നമ്മൾ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് സെറ്റാക്കുന്നത്. ഈ ഒരു ഹാമ്പർ ചെയ്ത് വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ ഖുറാൻ ഹാമ്പർ സെറ്റായതിൻ്റെ ശേഷം നമ്മളൊരു ഫ്ലവർ ബൊക്കയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ ബൊക്കെ. അങ്ങനെ ഖുറാൻ ഹാമ്പറിന് ശേഷം നമ്മളൊരു ഫ്ലവർ ബൊക്കയും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവർ ബൊക്കെ കൂടെ. പക്ഷെ അതിൻ്റെ വീഡിയോ ഈ ഒരു വീഡിയോയിലില്ല. അതും കൂടി ഇൻക്ലൂഡ് ആയാൽ ഒരുപാട് ലോങ് ആയി പോകും. അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മളെ എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? എനിക്ക് ഈ ഒരു ഹാമ്പറിൻ്റെ സെറ്റ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.